നമസ്കാരം. നമ്മൾ സമയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി, അല്ലേ? അപ്പോ വിചാരക്രാന്തി ദർശനത്തിലെ ചില ആഴത്തിലുള്ള അറിവുകൾ വെച്ച് ഈ സമയത്തിന് ശരിയായി വിനിയോഗിച്ച് ഒരു ഉഗ്രൻ ഭാവി എങ്ങനെ സ്വന്തമാക്കാം എന്ന് നമുക്ക് നോക്കാം. തുടങ്ങുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ടാവും, അല്ലേ? എന്നാൽ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ ആഴമുള്ളതുമാണ്. അത് സ്വർണമോ പണമോ ഒന്നുമല്ല, അത് സമയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ. നഷ്ടപ്പെട്ട പണം നമുക്ക് ഒരുപക്ഷെ കഷ്ടപ്പെട്ടാൽ തിരിച്ചുപിടിക്കാം. പക്ഷെ കടന്നുപോയ ഒരൊറ്റ നിമിഷം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോ നമുക്ക് ആദ്യം ഈ സമയത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സമയമെന്നു പറഞ്ഞാൽ വെറുതെ ക്ലോക്കിലെ അക്കങ്ങൾ മാത്രമല്ല, അതൊരു നിധിയാണ്, അമൂല്യമായ ഒന്ന്. യുഗഋഷിയുടെ ആദ്യത്തെ ഡയമണ്ട് സൂത്രം പറയുന്നത് കേൾക്കൂ. സമയം പാഴാക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. സമയം നശിപ്പിക്കുന്നവനെ സമയം തിരിച്ചും നശിപ്പിക്കുന്നു. എന്തുമാത്രം ശക്തമായ വാക്കുകളാണിതല്ലേ? സമയത്തെ ബഹുമാനിക്കുന്നത് ജീവിതത്തെയും ദൈവത്തെയും ബഹുമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കുമുള്ള ഈ അമൂല്യമായ സമയത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ ശത്രുവുണ്ട്. ആ ശത്രു എവിടെയാണെന്നറിയാമോ? പുറത്തൊന്നും അന്വേഷിക്കേണ്ട, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആരാണ് സമയത്തിന്റെ ഈ അന്തകൻ? നമുക്ക് നോക്കാം. അതെ, ആ ശത്രു വേറെ ആരുമല്ല, മടിയാണ്. നമ്മുടെ കഴിവിനെയും ഊർജ്ജത്തെയും ഒക്കെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്ന ഒരു വിഷം പോലെയാണത്. പലപ്പോഴും നമ്മളുപോലും അറിയാതെ ഈ ശത്രുവിനെ നമ്മൾ കീഴടങ്ങിക്കൊടുക്കാറുണ്ട്. മടിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് നാളെ. ഇത് നാളെ ചെയ്യാം, അയ്യോ അതിനിനിയും എത്ര സമയമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ഇതൊരു കെണിയാണ്. കാരണം സത്യം പറഞ്ഞാൽ നാളെ എന്നൊന്നും വരുന്നേയില്ല. നമുക്ക് ശരിക്കും ആകെയുള്ളത് ഈ നിമിഷം മാത്രമാണ്, അതായത് ഇന്ന്. അപ്പം നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, മടിയുടെ വഴി. അത് നമ്മളെ നാളെ എന്നൊരു ചിന്തയിൽ തളച്ചിട്ട് നമ്മുടെ കഴിവുകളെയെല്ലാം നശിപ്പിച്ചു കളയും. രണ്ടാമത്തത് പരിശ്രമത്തിന്റെ വഴിയാണ്. അത് നമ്മളെ ഇന്ന് എന്ന സത്യത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കും, നമ്മുടെ കഴിവുകളെ വളർത്തും. ഇതിൽ ഏതു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോ ഈ മടിയെ നമുക്കെങ്ങനെ തോൽപ്പിക്കാം? അതിനുള്ള ഏറ്റവും നല്ല ആയുധം അച്ചടക്കമാണ്. അച്ചടക്കത്തിന്റെ ശക്തി അതുതന്നെയാണ് സുരക്ഷിതമായൊരു ഭാവിക്കുള്ള താക്കോലും. രണ്ടാമത്തെ ഡയമണ്ട് സൂത്രം പറയുന്നത് ഇതാണ്: വിജയം യാദൃശികമല്ല, അത് കൃത്യമായ സമയക്രമത്തിന്റെ ഫലമാണ്. ആരവരുടെ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തുന്നുവോ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കും. അതിന്റെ അർത്ഥമെന്താ? നമ്മുടെ ഭാവിയുടെ കൺട്രോൾ മറ്റാരുടെയുമല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണെന്നാണ്. അപ്പോ വിജയത്തിലേക്കുള്ള വഴി വളരെ വ്യക്തമാണ്. സ്റ്റെപ്പ് 1, മടിയെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. സ്റ്റെപ്പ് 2, ഓരോ ദിവസത്തിനും വ്യക്തമായൊരു ചിട്ടയുണ്ടാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് 3, നമ്മുടെ ഓരോ നിമിഷത്തെയും വെറുതെ കളയാതെ ഭാവിക്കു വേണ്ടിയുള്ളൊരു നിക്ഷേപമായി കണ്ട് ഉപയോഗിക്കുക. ശരി, സമയത്തെ ഇങ്ങനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ എന്തായിരിക്കും ഫലം? നമ്മുടെ ജീവിതം ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ ഒരു തലത്തിലേക്ക് ഉയരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സമയം വെറുതെ കളയാതിരുന്നാൽ മാത്രം പോരാ, കയ്യിലുള്ള സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സമയം നല്ല കാര്യങ്ങൾക്കായി, ക്രിയേറ്റീവായ കാര്യങ്ങൾക്കായി നിക്ഷേപിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി ഏതൊരു സാധാരണ മനുഷ്യനെയും അസാധാരണനാക്കി മാറ്റാൻ. കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന, സമയത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച മഹാനായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വിപ്ലവകരമായ ചിന്തകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അപ്പം നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റും ഓരോ നിമിഷവും നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വെറുതെ പാഴാക്കി കളയുകയാണോ, അതോ നിങ്ങളുടെ ഉജ്ജ്വലമായ ഭാവിക്കായി നിക്ഷേപിക്കുകയാണോ? ഒന്നാലോചിച്ച് നോക്കൂ.